പക്ഷെ ഇവർ വിചാരിക്കുന്നത് നട്ടല്ലങ്ങ് ഊരി എന്നാ വിചാരിക്കുന്നത്. ഇവർക്ക് നിമിർന്ന് നിൽക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇരുന്നിരുന്നിരുന്ന് നടുവേദനിക്കുക. മൂവ്മെന്റ് ഇല്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കൈ മൂവ്മെന്റ് ഉള്ളത് ഈ 2 വിരലുമാണ്. എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. ഇത് രണ്ടിനും ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. ഇതാണ് ഇപ്പൊ നമുക്ക് മൂവ്മെന്റ്, വേറെ ഒന്നുമില്ല. രണ്ടാമതായിട്ട് യു ഡോണ്ട് ഹാവ് ദ സ്പാൻ ഓഫ് അറ്റൻഷൻ. 30 മിനിറ്റ് കൊണ്ട്, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ 30 വെബ്സൈറ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നുണ്ട്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സ്വപ്ന ലോകത്തിലാണ്, നമ്മൾ വേറൊരു വേൾഡിലാണ് താമസിക്കുന്നത്. നമ്മുടെ സംസ്കാരം ആകെ മാറി. ഞാൻ പണ്ട് ഈ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നിരാഹാര സമരം ഭയങ്കര ഒരു സമരമായിരുന്നു. ശക്തിയുള്ള ആവശ്യപ്പെടുന്ന കാര്യം സാധിക്കുന്നത് വരെ നിരാഹാരം ഇരിക്കും. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ അവർക്കൊരു മെത്തഡോളജി ഉണ്ടായിരുന്നു. പകല് നിരാഹാരം ഇരിക്കുക, രാത്രി ഇരുട്ട കഴിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും പറ്റിയില്ല. നിരാഹാരം ഇരിക്കുന്ന ആള് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഫ്ലാഷ് ന്യൂസ്, വലത്തോട്ട് തിരിഞ്ഞാൽ അത് ബ്രേക്കിംഗ് ന്യൂസ്. ഇങ്ങനെ ക്യാമറ ഇരിക്കുക. ഈ നിരാഹാരം ഇരിക്കുന്ന ആൾ എങ്ങോട്ട് തിരിയുന്നു നോക്കിക്കൊണ്ട്. ഒരിക്കലും സാധ്യത. അതുകൊണ്ട് അവർ മെത്തഡോളജി മാറ്റി. ചുംബന സമരം, നിലവിളി സമരം, നിൽപ്പു സമരം, ഇതൊക്കെയാണ് പുതിയ സമരം പറയുന്നത്. ഇത് പുതിയൊരു കാഴ്ച. നമ്മുടെ രീതികൾ മാറുക. ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. നമ്മുടെ പ്രപഞ്ചം ഇന്ന് അതിൻ്റെ പവിത്രത, ആ ഒരു നേച്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഗൂഡല്ലൂരിൽ ചെന്നത്, ബത്തേരി രൂപതയിൽ. അവിടെയുള്ള മനുഷ്യരെ കാണാൻ എന്തൊരു ഐശ്വര്യമാണ്. അവിടെ ഉള്ളവരെ കാണാൻ കൈയടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കമ്പനികളില്ല, പൊല്യൂഷൻ ഇല്ല. എല്ലാവരും ഉള്ള പ്രായമുള്ളവർ പോലും അവരെ കണ്ടാൽ പോലെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ബ്യൂട്ടി പാർലറുകളുടെ ആവശ്യമേ ഇല്ല, നിങ്ങൾ എല്ലാവരും സൗന്ദര്യമുള്ളവരാണെന്ന് പറഞ്ഞു. അത്രയും ആ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഫിസിക്കൽ സ്റ്റാമിന നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്പിരിച്വൽ സ്റ്റാമിന. മാർപ്പാപ്പ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് അവസാനം സൊല്യൂഷനായിട്ട് പറയുന്ന ഇതാണ്: an ecological spirituality. ഒരു ആത്മീയ ശക്തി നമുക്ക് ലഭിക്കണം. അത് ഇന്നത്തെ യുവജനങ്ങൾ നേടിയെടുക്കണം. ഒരു ആത്മീയ ജീവിതം, ഒരു ഡിസിപ്ലിൻഡ് ജീവിതം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ബിൽഡപ്പ് ചെയ്യണം. അതിന് നമ്മുടെ MCOM അംഗങ്ങൾക്ക് സാധിക്കണം. ആ ആധ്യാത്മികമായ ഒരു അടിത്തറ ഇല്ലാതെ, ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ, ജീവിത ശൈലി ഇല്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതിന് നമ്മളെ MCOM നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അധിഷ്ഠിതമായ വേദപുസ്തകത്തിൽ അടിസ്ഥാനം അല്ലെങ്കിൽ വേരൂന്നിക്കൊണ്ട് ഒരു ജീവിത ശൈലി നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സഭയിൽ മാറിവാനിയസ് പിതാവിൻ്റെ ആധ്യാത്മിക ജീവിതശൈലി, സുവിശേഷ സംഘത്തിലൂടെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് യുവജനങ്ങളെ ഏറ്റെടുക്കണം. ആത്മീയമായ സ്റ്റാമിന നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് ഇമോഷണൽ സ്റ്റാമിന. ജീവിതം അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതം അഭിമുഖീകരിക്കാനായി നമ്മുടെ ഇമോഷൻസ്, പല രീതിയിലുള്ള ഇമോഷൻസ് നമുക്കുണ്ടല്ലോ. പക്ഷേ ആ ഇമോഷൻസ് എന്നും ഉണ്ടാവും, അതിന് മാറ്റം ഉണ്ടാവുകയില്ല എന്ന് കരുതരുത്. വേദനയുടെ ഇമോഷൻസ് ഉണ്ടാകാം, കണ്ണുനീരിൻ്റെ അവസ്ഥകൾ ഉണ്ടാവാം, പക്ഷേ അല്പം കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അഭിമുഖീകരിക്കുന്നതിന് നമുക്ക് ശക്തി ഉണ്ടാകണം. നമ്മൾ പ്രത്യേകിച്ച് യുവജനങ്ങളായിരിക്കുമ്പോൾ ജീവിതത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തെ